മാർക്ക് നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ്. നോക്കിക്കേ, 18 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം, ഗ്രൂപ്പ് കണ്ടെത്തണം, പീരീഡ് കണ്ടെത്തണം. അപ്പൊ വേഗം കണ്ടെത്താലോ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 18 ആണ്. സോ നമ്മുടെ കയ്യിൽ 18 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? 2, 8, 8 എന്ന് വരും. ഇനി ഗ്രൂപ്പ് കണ്ടെത്താം അല്ലെ. ഗ്രൂപ്പ് കണ്ടെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ബാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 1, 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 2, 2ൽ കൂടുതൽ ഇലക്ട്രോൺ ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് 10 കൂട്ടാം. ഇവിടെ ബാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. സോ ഗ്രൂപ്പ് കണ്ടെത്താൻ ബാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 10 കൂട്ടുക. അപ്പോൾ 8 + 10 18 എന്ന് കിട്ടും. ഇനി നമുക്ക് പീരീഡ് കണ്ടെത്താം. പീരീഡ് നമ്പറും ഷെൽ നമ്പറും ഈക്വലാ. ഒരു ആറ്റത്തിന്റെ കയ്യിൽ എത്ര ഷെല്ലുണ്ടോ അതാണ് അവന്റെ പീരീഡ് നമ്പർ. ഇവിടെ 1, 2, 3 ഷെല്ലുണ്ട്. സോ 3 ആണ് പീരീഡ്. സിമ്പിൾ, 3 മാർക്ക് സെറ്റ് ആയില്ലേ. ഇനി നോക്കിക്കേ, ടു വിച്ച് ഫാമിലി ഡസ് ദിസ് എലമെന്റ് ബിലോങ്? ഇവർ ഏത് ഫാമിലിയിലാണ്? അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ഉത്തരമാണ്. കമന്റ് ചെയ്യാം.